ഇന്ന് കേരളത്തിൽ ഏകദേശം 90% ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ബ്രെയിൻ ഫോഗ്. അതിച്ചിരി കൂടുതലല്ലേ? അത് ഇച്ചിരി എന്നല്ല, ഭയങ്കര കൂടുതൽ തന്നെയാണ്. കാരണം ഒരു ആക്യുറേറ്റ് പെർസെൻറ്റേജ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണമെങ്കിൽ ഇവിടുത്തെ റിസർച്ച് ടീം ഇതിനെപ്പറ്റിയുള്ള സ്റ്റഡീസ് എല്ലാം കണ്ടക്ട് ചെയ്യണം. അതെങ്ങനെയാ? ഇവരെന്നെ ചിലപ്പം ബ്രെയിൻ ഫോഗ് അടിച്ച് കെറിങ്ങിയിരിക്കലായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ബ്രെയിൻ റോട്ട് വഴി ഉണ്ടാകുന്ന ബ്രെയിൻ ഫോഗിനെ കുറിച്ചാണ്. അതായത് ഈ ബ്രെയിൻ റോട്ട് സംഭവിച്ചാൽ ബ്രെയിൻ ഫോഗ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഈ ബ്രെയിൻ ഫോഗ് സംഭവിച്ച എല്ലാവർക്കും ബ്രെയിൻ റോട്ട് ഉണ്ടാവണമെന്നില്ല. ഞാനീ പറഞ്ഞത് മനസ്സിലാണെങ്കിൽ ബ്രെയിൻ ഫോഗ് എന്താണ്, ബ്രെയിൻ റോട്ട് എന്താണ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു ക്ലാരിറ്റി വേണം. സോ അതൊക്കെ നമുക്കൊന്ന് ചുരുക്കി പറയാം. ഈ ബ്രെയിൻ ഫോഗ് എന്നുള്ള പേര് നമ്മളൊക്കെ കേൾക്കാൻ തുടങ്ങിയത് ഇപ്പോൾ അടുത്താണെങ്കിലും സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ആദ്യം മെൻഷൻ ചെയ്യുന്നത് 1850 ജെയിംസ് ടൺസ്റ്റൺ എന്ന് പറഞ്ഞൊരു ബ്രിട്ടീഷ് ഡോക്ടറാണ്. ആ കാലത്തായിരുന്നു ഒരു കാര്യം ഡോക്ടേഴ്സ് നോട്ടീസ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാലുകൊണ്ട് കുറേ സമയം ഓടുന്ന സമയത്ത് കാലിൻ്റെ പരിപ്പളകൂലെ അധികം ബ്രേക്കിലാണ്ട് കുറേ സമയം ഓടിയാൽ, അതേപോലെ നമ്മൾ ബ്രെയിനുകൊണ്ട് അധികം ബ്രേക്കൊന്നും എടുക്കാണ്ട് നല്ല രീതിയിൽ പണിയെടുത്താൽ, ലൈക്ക് ഈ ലോയേഴ്സ്, സ്റ്റുഡൻസ്, എഴുത്തുകാരെല്ലാം തലകൊണ്ട് പണിയെടുക്കുന്ന രീതിയിലുള്ള, അപ്പോൾ അവരെല്ലാം ഒരു പരിധിക്കപ്പുറം നല്ലതിന് വർക്ക് ചെയ്താൽ ഒരു പോയിന്റിലെത്തുമ്പോൾ മെൻ്റലി എക്സോസ്റ്റഡ് ആവും, ഒരു ഫോഗി എഫക്റ്റ് ബ്രെയിനിൽ ഉണ്ടാവും എന്നുള്ള കാര്യം അന്നാണ് അവർ മനസ്സിലാക്കിയത്. പിന്നീട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാൽ എൻ്റെ കിളി പോയി സാറേ. കിളി പോയി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള കിളികളൊക്കെ ഇല്ലേ, അത് മൊത്തം ഇങ്ങനെ വെളിയിലോട്ട് പോണൊരിത്. ഈ ട്രെക്കിങ്ങിനെല്ലാം പോയവർക്കറിയാം, നമ്മൾ കുറേ സമയം ട്രെക്ക് ചെയ്ത് അവസാനം നമ്മൾ ആ ഒരു വ്യൂ സ്പോട്ടിലെത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന നല്ല അടിപൊളി പ്രകൃതി രമണീയമായ ബ്യൂട്ടിഫുൾ പ്ലേസ്. ശരിയാണ്. അതിന് പുറമെ കോട കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഭയങ്കര കോടയായിരിക്കും, ഒന്നും അങ്ങനെ വ്യക്തമായിട്ട് ക്ലിയറിൽ കാണാൻ പറ്റൂല. അത് ശരിയാ. ഈ സംഭവം നമ്മുടെ ബ്രെയിനിൽ സംഭവിക്കുന്നു, അത്ര തന്നെ. ബ്രെയിന് മൊത്തം കോടയാന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. ലൈക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്രെയിനുള്ള ഇൻഫർമേഷൻസ് ഒന്നും നമുക്ക് പ്രോപ്പറായിട്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ചില വാക്കുകൾ കിട്ടാത്ത അവസ്ഥ. ഇനി അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സാധനം എടുക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് റൂമിൽ കയറി പെട്ടെന്ന് നമ്മൾ തന്നെ ചോദിക്കുന്നുണ്ടാവും, ഞാനിപ്പോൾ എന്തിനാ ഇവിടെ വന്നേ, ബിക്കോസ് മറന്നുപോയി. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാര്യം പിടി കിട്ടിയില്ലേ? പിന്നെ ഇപ്പം മിക്ക ആൾക്കാർക്കും ബ്രെയിൻ ഫോഗ് വരാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രെയിൻ റോട്ടാണ്. സോ ബ്രെയിൻ റോട്ടിനെ പറ്റി നമുക്ക് സംസാരിക്കാം. ഈ ബ്രെയിൻ റോട്ട് എന്ന് പേര് വരാനുള്ള കാരണം ഒന്നും എന്നോട് ചോദിച്ചേക്കല്ല, ഞങ്ങൾക്ക് അറിയില്ല. ഈ സംഭവം ഞാൻ എന്തായാലും പറഞ്ഞുതരാം. കണ്ടിട്ടൊരു തേങ്ങയും കിട്ടാൻ പോകുന്നില്ല എന്ന് നമുക്ക് 100% അറിയുന്ന ചില കോണ്ടൻസ് ഇല്ലേ, ലൈക്ക് നമ്മൾ അറ്റൻഷൻസൊക്കെ വല്ലാണ്ട് ഗ്രാബ് ചെയ്യുന്ന ഹൈപ്പർ ക്ലാരിറ്റി AI ജനറേറ്റഡ് വീഡിയോ മീംസ്, ആ രീതിയിലുള്ള മറ്റേ സ്കിബിഡി ടോയ്ലറ്റ്, മറ്റേ ട്രൂലുലു ട്രയൽ, അങ്ങനത്തെ എന്തെല്ലോ സാധനങ്ങളുണ്ട്, നമുക്കറിയില്ല. ഉണ്ണി അത്ര നല്ലവനായ ഉണ്ണിയാണെന്ന് എനിക്ക് അവിടെ തോന്നുന്നില്ല ഉണ്ണിയെ. അപ്പോൾ അതുപോലുള്ള സാധനത്തിൻ്റെ ഓവർ കൺസെപ്ഷൻസ്. പിന്നെ പറയുകയാണെങ്കിൽ എന്നാൽ കണ്ടേന്ന് പോലും ഓർത്തെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള റീൽസും ഷോർട്സൊക്കെ തോണ്ടുന്ന ആൾക്കാർ, അതായത് മണിക്കൂറുകളോളം ഇങ്ങനെ സ്പെൻഡ് ചെയ്യും റീൽസൊക്കെ സ്ക്രോൾ ചെയ്തിട്ട്. എന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ പ്രീവിയസ്ലി അവർ സ്ക്രോൾ ചെയ്ത് 4-5 റീൽസ് എന്താണെന്ന് പോലും അവർക്കറിയില്ല. ഒരുമാതിരി ഡൂം സ്ക്രോൾ ചെയ്യുന്ന അവസ്ഥ, അത്രയും ടൈം വേസ്റ്റായി. പിന്നെ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ, ഞാൻ പറഞ്ഞാൽ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിനെപ്പറ്റി റിസർച്ച് ഒന്നുമില്ല. ഈ ബ്രെയിൻ റോട്ട് കോണ്ടൻസിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ വരുന്ന കോണ്ടൻസാണ് ഫാമിലി വ്ളോഗ്സ്. അവിടെ കണ്ടിട്ടെന്ന കാര്യം നിങ്ങൾക്കെല്ലാം തോന്നുന്നുണ്ടോ? ഓരോ ആൾക്കാരും ഫാമിലി വ്ളോഗ്സിൽ പറയുന്നത് എങ്ങനെ നല്ലൊരു കുടുംബസ്ഥനാകാം, എങ്ങനെ നമുക്ക് കുടുംബക്കാരെ നല്ല രീതിയിൽ സ്നേഹിക്കാം എന്നുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അതുപോലുള്ള ഇൻസ്പിറേഷൻ ആയിട്ടുള്ള സാധനങ്ങൾ അവർ പറയുന്നതെന്ന് തോന്നുന്നുണ്ടോ? അല്ല, കണ്ടോ എനിക്കൊരു പ്രശ്നമില്ല. നിങ്ങൾ ഫാമിലി വ്ളോഗല്ല, ബിഗ് ബോസ് അല്ല, ഇനിയിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ട്രോലോലോലു ട്രേലല്ലേ, എന്ത് തേങ്ങ കണ്ടാൽ അങ്കെന്നാ ഞാനാരങ്ങൾ. ഇതൊക്കെ കേട്ടിട്ട് ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും ഡിഫറൻസിനെ പറ്റി സംസാരിക്കാം. ഞാൻ കവിളിൽ കറുത്ത് മറകിട്ടിരിക്കുന്ന ഇവനാണ് അപ്പു, മറകില്ലാത്തവൻ അച്ചു. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? നമ്മൾ ആരാ മോൻ? അങ്ങനെയൊന്നല്ല. ഈ ബ്രെയിൻ ഫോഗ് വരാനുള്ള ഒട്ടനവധി കാരണങ്ങളിൽ ഒറ്റൊരു കാരണം മാത്രമാണ് ഈ ബ്രെയിൻ റോട്ട് എന്നുള്ളത്. ബ്രെയിൻ ഫോഗ് സത്യം പറഞ്ഞ ഒരു അഡ്വാൻസ്ഡ് ടോപ്പിക്കാണ്. ഇതിന് ഒരുപാട് വലിയ വലിയ രോഗലക്ഷണങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ബ്രെയിൻ റോട്ടും ബ്രെയിൻ ഫോഗും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കൊണ്ട് തന്നെ നമുക്കിതിന് ബ്രെയിൻ ഫ്രോഗ് എന്ന് പറയാം. അപ്പോൾ ഇനി ബ്രെയിൻ ഫ്രോഗ് കൊണ്ടുള്ള പ്രോബ്ലംസും സൊല്യൂഷൻസും കൂടി പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എന്നിട്ട് ഞാൻ എൻ്റെ വൈക്കോ, നിങ്ങൾ നിങ്ങളെ വൈക്കോ. ഓക്കെ, ബ്രെയിൻ ഫ്രോഗ് കൊണ്ടുള്ള ഒന്നാമത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ മടി. ചെറിയ മടിയൊന്നുമല്ല, നല്ല അസല് മടി.
വ്യക്തമായില്ലേ? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ചിലപ്പോൾ എന്തെങ്കിലും അസൈൻമെൻറ്റ് അല്ലെങ്കിൽ സ്കൂളിലെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു മോട്ടിവേഷൻ ഇല്ല. എന്തോ ഭയങ്കര ഒരു ലോ എനർജി ആയിട്ടുള്ളൊരു ഫീല്, ഫുൾ ടൈം ടയേർഡ്. എന്തായിരിക്കും കാരണം? സിമ്പിളാണ്. നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞല്ലോ. സോ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രെയിനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഹാപ്പിനെസ്, അതിനേക്കാൾ എത്രയോ മടങ്ങ് പ്ലഷർ ചെറിയൊരു എഫേർട്ട് ഇല്ലാത്ത പരിപാടി കൊണ്ട് നമുക്ക് കിട്ടുമ്പോൾ എങ്ങനെയാടാ മോട്ടിവേഷൻ ഉണ്ടാകുക? ഒന്ന് ആലോചിച്ച് നോക്കി. അത് ശരിയാ. ഞാൻ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞ എക്സാമ്പിളാണ്. അവിടെ ബിരിയാണിയും കഞ്ഞിയും വെച്ചാൽ ആരെങ്കിലും കഞ്ഞി ചൂസ് ചെയ്യുക? രണ്ടാമത്തെ പ്രോബ്ലം എന്താ വെച്ചാൽ ബ്ലാങ്ക് ഔട്ട്. അതായത് രണ്ടുപേർ സംസാരിക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നമ്മളോട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ ഒരു പോയിന്റിലെത്തി നമ്മൾ പെട്ടെന്ന് ബ്ലാങ്ക് ഔട്ട് ആയിപ്പോയി, നമ്മൾ ആ സ്ഥലത്തേ ഇല്ല. പിന്നെ കുറേ കഴിഞ്ഞ് ബോധം വരും, നീ എന്തെങ്കിലും പറഞ്ഞേ, ആ രീതിയിൽ. പിന്നെ ഇത് വെറും സംസാരിക്കുന്ന സമയത്ത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ഫിലിം കാണുന്ന സമയത്ത് പെട്ടെന്ന് ബ്ലാങ്ക് ഔട്ട് ആവും. അല്ലെങ്കിൽ സ്കൂളിൽ ടീച്ചർ പാടെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ബ്ലാങ്ക് ഔട്ടായിട്ട് പെട്ടെന്ന് ഒരു വരുത്ത് വരും, എവിടെയല്ലോ പോയിട്ട്. അതായത് മിക്ക സമയങ്ങളിലും നമുക്ക് പ്രസൻറ്റിൽ നിൽക്കാൻ പറ്റില്ല. മൂന്നാമത്തേത് ലാക്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. അതായത് നമുക്ക് മെൻ്റൽ ക്ലാരിറ്റി ഓൾറെഡി ഇല്ല, നഷ്ടപ്പെട്ടു, മൊത്തം ഫോഗി എഫക്റ്റാണ്. അതുകൊണ്ട് നല്ലൊരു തീരുമാനം നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല. തീരെ എടുക്കാൻ പറ്റില്ല എന്നല്ല, ടൈം എടുക്കും. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ വല്ലാണ്ട് തിങ്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. സോ ഇനി നമുക്ക് എന്തായാലും സൊല്യൂഷനിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിനാവുന്നല്ല, തെറ്റിയിരിക്കണ്ട. അതിൽ നിങ്ങൾ വേണം ചെയ്താൽ മതി. ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇതിൻ്റെ സൊല്യൂഷൻ നിങ്ങൾക്കറിയില്ല. ഞാൻ ഒരു 10 സെക്കൻഡ് തരാം, നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. എന്നിട്ട് ഞാൻ സൊല്യൂഷൻ പറയാം. നോക്കാമല്ലോ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാന്ന്. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓക്കെ, ഞാനങ്ങനെ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞത് എന്താണെന്നറിയാം? നമ്മളെ മിക്ക പ്രശ്നങ്ങളുടെയും സൊല്യൂഷൻ നമുക്കറിയാം. സത്യം പറഞ്ഞാൽ നമ്മൾ ആരും അധികം ചിന്തിക്കുന്നില്ല. അത് ശരിയാ. എന്താണത്? ഈ ഡയലോഗ് ഒന്ന് മാറ്റി പിടിച്ചൂടെ? ബോറടിക്കുന്നു. അത് ശരിയാ. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വർക്കൗട്ട് ചെയ്യുന്ന ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇയർഫോണോ ഹെഡ്ഫോണോ വെച്ചിട്ട് മ്യൂസിക് കേൾക്കുന്നുണ്ടാവും. പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത് പോഡ്കാസ്റ്റ്, ഫുഡ് കഴിക്കുന്ന സമയത്താണെങ്കിൽ യൂട്യൂബിൽ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിലെങ്ങനെ ഉണ്ടാകുക. ഉറങ്ങുന്ന സമയത്ത് പോലും ചിലപ്പോൾ എന്തെങ്കിലും വെച്ചിട്ടായിരിക്കും ഉറങ്ങുന്നുണ്ടാകുക. ഫുൾ ടൈം നമ്മളൊരു ഡിസ്ട്രാക്ഷൻ വേൾഡിലാണ്. എന്തിനും അറിയുന്നത്? ബാത്റൂമിൽ പോകുമ്പോൾ ഒരു ഫോൺ എടുക്കുന്ന പിള്ളേരെ എനിക്കറിയാം. നമ്മളെ ബ്രെയിനിനെ താങ്ങാനുള്ള ശേഷി, ആ ഒരു ധൈര്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കലാണ്. കാരണം ഒറ്റയ്ക്കാകുമ്പോൾ നമ്മൾ എന്തെല്ലോ ചിന്തിക്കും എന്നുള്ള പേടി. ബ്രോ, ചിന്തിക്കണം. ഓവർ തിങ്കിങ് അത്ര മോശം കാര്യമല്ല. ഇറ്റ്സ് ഓക്കെ ടു ബി ഓവർ തിങ്ക്. പക്ഷേ ഈ ഓവർ തിങ്കിങ് ഓവറാണ്ടെന്നാൽ മതി. അടുത്തൊരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ക്വാളിറ്റി സ്ലീപ്പ്. എൻ്റെ മോൻ, ഈ സ്ലീപ്പിനെ പറ്റി ഞാനൊരു കണ്ടൻറ്റ് പുതിയ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിൻ്റെ ബെനിഫിറ്റ്, പിന്നെ നല്ലൊരു ക്വാളിറ്റി സ്ലീപ്പ് കിട്ടിയിട്ടില്ലെങ്കിലുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ പറഞ്ഞിട്ട്. താല്പര്യം ഉണ്ടെങ്കിൽ സ്ലീപ്പ് എന്ന് കമൻ്റ് ഇട്, നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നല്ലൊരു ക്വാളിറ്റി സ്ലീപ്പ് കിട്ടിയാൽ നമ്മളെ മിക്ക പ്രശ്നങ്ങളും മാറും. ബിക്കോസ് സ്ലീപ്പ് ഈസ് എ സൂപ്പർ പവർ ഫോർ ഹ്യൂമൻ. അപ്പം ഞാൻ പൊട്ടനാ? പിന്നെ പറയുകയാണെങ്കിൽ റെഡ്യൂസ് സ്ക്രീൻ ടൈം ആസ് മച്ച് ആസ് പോസിബിൾ. പരമാവധി പറ്റുന്ന പോലെ സ്ക്രീൻ ടൈം കുറക്കുക. ഇവിടുന്ന് പറയുന്ന എൻ്റെ എത്രയാണെന്ന് അറിയാം നിങ്ങൾക്ക്? ലൈൻ കട്ട്. പിന്നെ പറയുകയാണെങ്കിൽ സ്റ്റോപ്പ് കൺസ്യൂമിങ് ലോ ക്വാളിറ്റി കോണ്ടൻറ്റ്സ്. ഈ ലോ ക്വാളിറ്റി കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ 144p അല്ല കേട്ടോ. നിങ്ങൾ കേട്ടിട്ടില്ല പണ്ടുള്ളവർ പറയുന്നത്, യു ആർ ദ സം ഓഫ് യുവർ 5 ഫ്രണ്ട്സ്. അതായത് നിങ്ങൾ 5 റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ നടന്നാൽ 6ാമത്തെ റിച്ച് നിങ്ങളായിരിക്കും. ആ സംഭവം അതില്ലേ? സത്യം പറഞ്ഞാൽ അതിനേക്കാട്ടും എഫക്റ്റീവാണ് യു ആർ വാട്ട് യു കൺസ്യൂം. ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞത് ഇത്. കാരണം ഇപ്പം മിക്ക ആൾക്കാരും ഫ്രണ്ട്സിൻ്റെ കൂടെ സമയം ചിലവഴിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഏന്ത സമയം ചിലവഴിക്കുന്നത് ഫോണിൽ. അപ്പോൾ ഫോണിൽ നമ്മൾ ഡെയിലി കൺസ്യൂം ചെയ്യുന്ന കോണ്ടൻറ്റ്സ് നമ്മളെ ബ്രെയിനെ വല്ലാണ്ട് ഷേപ്പ് ചെയ്യും, റീവെയർ ചെയ്യും. ഓരോ വീഡിയോ കണ്ടാലും അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ബിഹേവിയറൽ ചേഞ്ച് നമുക്ക് വരുത്താൻ പറ്റണം. ആൻഡ് അത് പോസിറ്റീവ്ലി ആയിരിക്കണം. അത് പറ്റുന്നില്ലെങ്കിൽ ആ ടൈം വേസ്റ്റായി. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ട്, ഇത് നിങ്ങൾ കണ്ടിട്ട് അതെ ഓക്കെ ശരിയാ ബ്രോ യു ആർ കണ്ടൻറ് കിങ് അങ്ങനെയെല്ലാം പറഞ്ഞ് എന്തെങ്കിലും കമൻ്റ് ഇട്ട് ലൈക്ക് അടിച്ച് ഹൈപ്പ് ചെയ്ത് പോയി. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, എനിക്ക് റീച്ച് കിട്ടി, പ്രശ്നമൊന്നുമില്ല. നിങ്ങളെ കാര്യം ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ബിഹേവിയറൽ ചേഞ്ച് നമ്മളെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ ഈ കണ്ട കോണ്ടൻറ്റ് പോലും വേസ്റ്റാണ്. സോ ടേക്കിംഗ് ആക്ഷൻ ഈസ് ദ കീ. എന്തിൻ്റെ കീ? ടു സക്സസ്.